വർഷം 1974 സെൻട്രൽ അമേരിക്കയിൽ ഗോട്ടിമാല എന്ന് പറയുന്ന രാജ്യത്ത് അൽമലോങ്കോ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ ദേശം പിശാചിൻ്റെ അധീനതയിലായിരുന്നു, അന്ധകാരത്താൽ നിറഞ്ഞിരുന്നു. ആ ദേശത്ത് 20,000 പേരോളം അടങ്ങുന്ന ജനം മുഴുവൻ മദ്യത്തിന് അടിമകളായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് 36ഓളം മദ്യ ഷോപ്പുകൾ പ്രവർത്തിച്ചിരുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ശരിക്കുള്ള ആഹാരം പോലും കഴിക്കുവാനില്ലായിരുന്നു. കാരണം മാതാപിതാക്കൾ മദ്യത്തിന് അടിമകളായിരുന്നത് കൊണ്ടും അവരുടെ പണം മുഴുവൻ മദ്യത്തിനായി ചെലവിടുന്നത് കൊണ്ടും. അതെ, അക്രമശക്തമായിരിക്കുന്ന ഒരു ദേശം, അക്രമികളാൽ നിറഞ്ഞിരിക്കുന്ന ദേശം, ദുഷ്പ്രവർത്തികളാൽ നിറഞ്ഞിരിക്കുന്ന ദേശം, ആഭിചാര ശക്തികളാൽ നിറഞ്ഞിരിക്കുന്ന ദേശം. അതെ, ആ ദേശത്ത് അവർ വിദ്യാഭ്യാസത്തിന് ഒരു വിലയും കൊടുത്തിരുന്നില്ല. 20,000 പേരോളം അടങ്ങുന്ന ജനത്തിന് 4 ജയിലുകളായിരുന്നു ഉള്ളത്. ആ ജയിലുകൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു. ആ സമീപത്തുള്ള സിറ്റിയിലേക്ക് ആ പ്രിസണേഴ്സിനെ മാറ്റി പാർപ്പിക്കുകയുണ്ടായി. അത്രയും അന്ധകാരം പിടിച്ചൊരു ദേശം. ആ കാലഘട്ടത്തിലായിരുന്നു മാരിയാനോ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ 6 വ്യക്തികളാൽ ആക്രമിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻനിരയിലെ പല്ലുകൾ തകർക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വായിക്കകത്ത് തോക്ക് വെച്ച് 3 പ്രാവശ്യം കാഞ്ചി വലിക്കുവാൻ ആ വ്യക്തികൾ ശ്രമിക്കുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. അതെന്തുകൊണ്ടോ സംഭവിക്കുന്നില്ല. അദ്ദേഹത്തെ വിട്ടയച്ച് അവർ ഭയന്ന് ഓടിമാറുന്നു. ഇത് അവിടെ വലിയൊരു കോളിളക്കത്തിന് ഇടയാക്കുന്നു. അതായത് ദൈവജനത്തിനിടയിൽ അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതെ, അവരുടെ ആ പ്രാർത്ഥനയുടെ മധ്യേ അസാധാരണമായ വിശ്വാസത്താൽ പാസ്റ്റർ മാരിയാനെയും ആ കൂട്ടാളികളെയും ദൈവം നിറയ്ക്കുവാൻ തുടങ്ങി. അതിൽ അവർ ഒത്തിരി എൻകറേജ്ഡായി, അവർ ഒത്തിരി എക്സൈറ്റഡായി അസാധാരണമായ ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ എന്തു പറഞ്ഞോ അതങ്ങനെ തന്നെ സംഭവിക്കുകയുണ്ടായി. അതിനോട് ചേർന്ന് തന്നെ അവർ ആഴ്ചയിൽ 3 മുതൽ 4 ദിവസം വരെ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ തുടങ്ങി. പിന്നീട് അവർ എല്ലാ ശനിയാഴ്ചകളിലും ഒരു പ്രാർത്ഥന ആരംഭിച്ചു. അത് ആ ദേശത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ആ ദേശത്തിലെ ആൾക്കാർ കൂട്ടമാനസാന്തരത്തിനിടയായി. സ്ത്രീകളും പുരുഷന്മാരും അതേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നു. അതെ, അതുവരെ പുതിയ വിശ്വാസികൾക്കും ഇവാഞ്ചലിസ്റ്റിനും പേഴ്സിക്യൂഷനായിരുന്നു, പീഡനമായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം കൂട്ടമാനസാന്തരങ്ങൾ നടക്കുവാനിടയായി. അടയപ്പെട്ട പള്ളികൾ തുറക്കുകയുണ്ടായി. അതെ, തുറന്നപ്പോൾ മിക്ക ചർച്ചസുകളും മിനിമം അറ്റൻഡൻസ് എന്ന് പറയുന്നത് 1000 പേരായി. പാസ്റ്റർ മാരിയാനോ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സഭയിലും മിനിമം 1200ഓളം ആൾക്കാർ കടന്നു വരികയുണ്ടായി. അതെ, 36 ബാറുകൾ അത് ചുരുങ്ങി 3 ബാറായി തീർന്നു. അതെ, അടയപ്പെട്ട ബാറുകൾ സഭകളായി മാറി, ചർച്ചസുകളായി മാറി. 1989 ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ആ 4 ജയിലും ക്ലോസായി. ജയിലറകൾ അടയപ്പെട്ടു. അതെ, ജയിലറകൾ എന്ത് സംഭവിച്ചു? അവിടെയുള്ള പോലീസ് സ്റ്റേഷനുകൾ അത് കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സായി മാറി. അതെ, വെഡ്ഡിങ്ങുകളും റിസപ്ഷനുകളും നടക്കുവാൻ തുടങ്ങി. അവിടെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുവാൻ തുടങ്ങി. വലിയ വിടുതലുകൾ നടക്കുവാൻ തുടങ്ങി. വലിയ സൗഖ്യങ്ങൾ നടക്കുവാൻ തുടങ്ങി. അതെ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ അൽമലോങ്കോ എന്ന് പറയുന്ന ആ ചെറു പട്ടണത്തിൽ സംഭവിക്കുവാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നറിയാവോ? ഒരു ദൈവദാസനും കൂട്ടരും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കൂട്ടത്തിന് വലിയ മാനസാന്തരം സംഭവിക്കുകയുണ്ടായി. കർത്താവിൻ്റെ വചനം 2 ദിനവൃത്താന്തം 7:14 ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എൻ്റെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാ. ആ ദൈവദാസനും കൂട്ടരും ചേർന്ന് ഒരു പട്ടണത്തിനു വേണ്ടി, നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം സംഭവിക്കുകയുണ്ടായി.
അവിടെ ഡിവോഴ്സ് റേറ്റ് കൂടുതലായിരുന്നു. ഈ ഉണർവ് നടന്നതിന് ശേഷം 0% ഡിവോഴ്സ് റേറ്റ്. അവരുടെ സ്ത്രീകളെ അവർ പുരുഷന്മാർ ട്രീറ്റ് ചെയ്തത് വേലക്കാരെ പോലെയായിരുന്നു. ഈ ഉണർവിന് ശേഷം അവർ സ്ത്രീകൾ വിദ്യാസമ്പന്നരായി തീർന്നു. അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ തുടങ്ങി. ലിറ്ററസി ലെവൽ വർദ്ധിക്കുവാൻ തുടങ്ങി. ആ ദേശം സകലത്തിലും അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങി. അതുവരെ ആ ദേശത്തിലെ മണ്ണ് ഫലഭൂഷ്ടം ഇല്ലാത്തതായിരുന്നു. എന്ത് ചെയ്തിരുന്നാലും ആ മണ്ണിൽ നിന്ന് ഒരു ഫലവും ലഭിക്കത്തില്ലായിരുന്നു. പക്ഷെ ഈ ഉണർവ് നടന്നതിന് ശേഷം ആ ദേശത്തിൽ എന്ത് വിത്തിടുന്നു അത് അസാധാരണമായ രീതിയിൽ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി. നോക്കണേ, ദൈവസന്നിധിയിൽ അത് അടുത്തു വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം കണ്ടോ? ഒരു ദേശത്തിനുണ്ടായ വ്യത്യാസം കണ്ടോ? ഒരു ദൈവദാസനും കൂട്ടരും കൊടുത്ത വിലയ്ക്ക് ദൈവം അത്ഭുതം ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ഈ 1989 നടന്ന അത്ഭുതം നിങ്ങൾ വില കൊടുത്തിരിക്കാമെങ്കിൽ ഈ കാലഘട്ടത്തിലും ഈ 2026 നമ്മൾ പാർക്കുന്ന ദേശത്ത് സംഭവിക്കും. നിങ്ങൾ മുഖാന്തരം ജയിലറകൾ ശൂന്യമായി പോകും. കുറ്റകൃത്യങ്ങൾ നിൽക്കുമെന്നേ, ബാറുകൾ അടയപ്പെടുമെന്നേ, ഉണർവ് യോഗങ്ങൾ നടക്കുമെന്നേ, കൂട്ടമാനസാന്തരങ്ങൾ നടക്കുമെന്നേ, കുറ്റകൃത്യങ്ങൾ ഇല്ലാത്തൊരു ദേശമായി മാറുമെന്നേ വിശ്വസിക്കാമെങ്കിൽ വില കൊടുക്കാൻ തയ്യാറാവോ? വ്യഭിചാരശാലകളാൽ നിറഞ്ഞൊരു പട്ടണമായിരുന്നു അൽമലോങ്കോ. അതെല്ലാം അടയപ്പെട്ടു. ആമേൻ, സ്തോത്രം. അവരുടെ സ്ട്രീറ്റുകൾക്ക് ബിബ്ലിക്കൽ നെയിം ഇടാൻ തുടങ്ങി. അതെ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ. അവരുടെ ബിസിനസ് ഇടുന്ന ബിസിനസിന്റെ പേരുകളെല്ലാം ബിബ്ലിക്കൽ പേരുകളായി മാറി. വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. അതെ, ആഭിചാര പ്രവർത്തികളെല്ലാം ആ ദേശം വിട്ടോടിപ്പോയി. ആ ദേശത്തെ ദുഷ്പ്രവർത്തിക്കാരെല്ലാം ആ ദേശം വിട്ടോടിപ്പോയി. ആ ദേശത്ത് അതെ, അൽമലോങ്കോ പോലെ ആ ഗോട്ടുമേലയിൽ ഇത്രയും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ഇല്ലാതായി മാറി. അത്രയും മനോഹരമായി തീർന്നു. ആ ദേശം പ്രോസ്പെറായി, സകല മേഖലകൾ മേലും അനുഗ്രഹിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ദാസിയെ, നിങ്ങളും വില കൊടുക്കുമെങ്കിൽ ഈ 2026 അത് സംഭവിക്കും. ആമേൻ, സ്തോത്രം. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, നമ്മളായിരിക്കുന്ന ദേശത്തെ സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. അതെ, കൂട്ടമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ കാലഘട്ടത്തിലും ദൈവദാസനെ അങ്ങിൽ കൂടി വലിയ ചലനങ്ങൾ നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, ദേശത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ കർത്താവിന്റെ ദാസിമാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗോട്ടുമലയിൽ ആ ചെറുപട്ടണമായിരുന്ന അൽമലോങ്കോയിൽ നടന്ന ഉണർവ് പോലെ ഈ 2026 സംഭവിക്കുവാൻ ഞങ്ങളെ തന്നെ പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുന്നു. കർത്താവെ, ഒരത്ഭുതം പിന്നെയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകല മാനവും മാത്രം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ചെറിയ സന്ദേശത്താൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.